മാസപ്പടി കേസിൽ നിർണായക നീക്കവുമായി ഇ.ഡി. വീണ അടക്കമുള്ളവർക്കെതിരായ തുടർ നടപടിയിൽ തീരുമാനം ഉടൻ. മാസപ്പടി കേസിൽ തുടർ നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിന്റെ തുടർ കാര്യങ്ങൾക്കായി ഇ.ഡി. ഡയറക്ടർ കൊച്ചിയിലെത്തി. വീണ അടക്കമുള്ളവർക്കെതിരായ തുടർ നീക്കം ഉടൻ തീരുമാനിക്കും. വീണയുടെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിലും ചർച്ച നടക്കും. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് കൊച്ചിയിൽ ചേരുന്നത്. അതേസമയം CMRL കേസിൽ നിർണായകമായ ഹൈക്കോടതി വിധി വരാനിരിക്കെയാണ് ഉന്നതർ കൊച്ചിയിലേക്ക് എത്തിയത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെയാണ് ഇ.ഡി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലടക്കം റെയ്ഡ് നടത്തിയത്. കമ്പനി മേധാവികളുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CMRL കമ്പനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് സേവനങ്ങൾ നൽകാതെ 1.25 കോടിയോളം രൂപ നൽകിയെന്നതാണ് കേസിലെ പ്രധാന ആരോപണം. ഹൈക്കോടതി വിധിക്കും റെയ്ഡിന് പിന്നാലെ CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർക്ക് ഇ.ഡി. വീണ്ടും സമൻസ് അയക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് അടിയന്തര ഇടപെടൽ തേടി കമ്പനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. നേരത്തെ മാസപ്പടി കേസിൽ വീണയും പിണറായിയും അറസ്റ്റിലാകുമെന്നും നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ CPM ഭയക്കുക തന്നെ വേണമെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരുന്നു. കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ 3ാം പ്രതിയാണെന്നും ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി. നടത്തുന്ന നീക്കങ്ങൾ കേരള ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണെന്നും ഹർജിക്കാരനായ ഷോൺ ജോർജ് വ്യക്തമാക്കി. നേരത്തെ ഡൽഹി, കേരള ഹൈക്കോടതികളിൽ നിന്നും സ്റ്റേ വാങ്ങിയാണ് അന്വേഷണം തടസ്സപ്പെടുത്തിയിരുന്നത്. സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കമ്പനി നിയമങ്ങൾ ലംഘിച്ച് ഒരു സേവനവും നൽകാതെയാണ് വീണയുടെ കമ്പനി പണം കൈപ്പറ്റിയതെന്ന് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു.